എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് ഷിൻഡു ജോസ്. ഇപ്പോൾ എല്ലാവരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നൊരു കാര്യമാണ് വെയിറ്റ് ലോസ്. അപ്പോൾ ഞാനും നല്ല വെയിറ്റ് ഉള്ള ഒരാളാണ്. എനിക്ക് 86 കിലോ വെയിറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞാൻ തന്നെ വീട്ടിൽ വർക്കൗട്ടൊക്കെ ചെറുതായിട്ട് ചെയ്ത് ഡയറ്റൊക്കെ ഫോളോ ചെയ്ത് ഞാനിപ്പോൾ എൻ്റെ വെയിറ്റ് ഒരു 78 കിലോ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ വെയിറ്റ് ഉള്ളവരെല്ലാവരും കേൾക്കുന്നൊരു കാര്യമായിരിക്കും ബോഡി ഷേമിംഗ് എന്നുള്ളത്. എൻ്റെ ആരോഗ്യം എൻ്റെ കയ്യിൽ നിന്ന് ചെറുതായിട്ട് പോകുന്നുണ്ടോ എന്നൊരു പേടി വന്നുകൊണ്ടാണ് വെയിറ്റ് ലോസിലേക്ക് ഇറങ്ങി തിരിച്ചത്. അപ്പോൾ ഈ ഒരു ചാനൽ വഴി ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഒരു 80+ ഉള്ള ആൾക്കാർക്കൊക്കെ എക്സർസൈസൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് നല്ല കാലിന് വേദന, ശരീരവേദന, അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് തീരെ ശരീരം വഴങ്ങി കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഒരുപാടുണ്ടാവുമല്ലോ. അപ്പോൾ ഞാൻ നേരിട്ട പ്രശ്നമാണ്. അപ്പോൾ അതുപോലെയുള്ള ആൾക്കാരൊക്കെ അങ്ങനെയുള്ളവർക്കൊക്കെ ഉപകാരപ്പെടുന്ന രീതിക്ക് ഞാൻ എങ്ങനെയാണ് വെയിറ്റ് കുറയ്ക്കുന്നത്, എൻ്റെ എക്സർസൈസ് എങ്ങനെയാണ്, എൻ്റെ ഡയറ്റിങ് എങ്ങനെയാണെന്നൊക്കെ കാണിക്കാം എന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും, പറയുന്നയാളതിന് മാത്രം മെലിഞ്ഞിട്ടൊന്നും ഇല്ലല്ലോ, പിന്നെ എങ്ങനെ ഇത് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നതെന്ന്. പക്ഷെ അങ്ങനെയല്ല. ഞാൻ എൻ്റെ സ്വന്തം എക്സർസൈസും ഡയറ്റിങ്ങൊക്കെ കൊണ്ട് തന്നെ ഞാൻ 8 കിലോ കുറച്ചു. നമ്മളെല്ലാ ദിവസവും വെയിറ്റ് കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ എന്നും രാവിലെ എഴുന്നേൽക്കുമ്പോഴേ പോയി വെയിറ്റ് നോക്കിയിട്ട് പെട്ടെന്നൊന്നും കുറഞ്ഞായിട്ട് നമുക്ക് ഫീൽ ചെയ്യത്തില്ല. അത് ചില ആൾക്കാർക്ക് പതിയെ മാത്രമായിരിക്കും ചിലപ്പം വെയിറ്റ് കുറയുന്നത്. കാരണം ചിലർക്ക് ബോൺ വെയിറ്റ് കൂടുതലായിരിക്കും, നമ്മുടെ അസ്ഥിയുടെ എല്ലിൻ്റെയൊക്കെ ഒരു വെയിറ്റ് കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് പെട്ടെന്ന് വെയിറ്റ് കുറഞ്ഞതായിട്ട് ഫീൽ ചെയ്യത്തില്ല. അപ്പോൾ നമ്മൾ ഒരു ദിവസം എക്സർസൈസ് ചെയ്തു, ഡയറ്റ് ചെയ്തു, പിറ്റേ ദിവസം ചെയ്തു, ഡയറ്റ് ചെയ്തു, എന്നിട്ടും കുറയുന്നില്ലല്ലോ എന്നോർത്ത് നിരാശപ്പെടേണ്ട ആവശ്യമില്ല. അത് പതിയെ കുറഞ്ഞോളും. അപ്പോൾ നിങ്ങൾ എല്ലാ ദിവസവും വെയിറ്റ് നോക്കണമെന്ന് ഞാൻ പറയുന്നില്ല. ആഴ്ചയിൽ ഒരു ദിവസമൊക്കെ നിങ്ങൾ വെയിറ്റ് നോക്കിയാലും മതി, അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒരു ദിവസം നോക്കിയാലും മതി. ഫസ്റ്റ് നിങ്ങൾ ഇതുപോലൊരു ടേപ്പ് ഉണ്ടല്ലോ നമ്മുടെ അടുത്ത്, ഈ മെഷറിംഗ് ടേപ്പ്, ഇതൊരെണ്ണം കൈ പിടിക്കുക. നിങ്ങൾ ആദ്യം ഒരു ബുക്ക് എടുക്കുക. നിങ്ങൾ വർക്കൗട്ട് ചെയ്യാൻ തുടങ്ങുന്നതിൻ്റെ, നിങ്ങൾ ഡയറ്റ് ചെയ്യാൻ തുടങ്ങുന്നതിൻ്റെ അന്ന് ഉള്ള നിങ്ങളുടെ മെഷർമെൻറ്റ്, അതായത് നമ്മുടെ കൈവണ്ണം എടുക്കണം, വയറിൻ്റേത്, ചെസ്റ്റിൻ്റേത്, കാലിൻ്റേത് ഒക്കെ നിങ്ങൾ ഒന്ന് മെഷർമെൻറ്റ് എടുത്ത് വെക്കുക. മെഷർമെൻറ്റ് എടുത്ത് വെക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് ഇഞ്ചസ് കുറയുന്നത് കാണാൻ പറ്റും. നിങ്ങളുടെ വെയിറ്റ് കുറയുന്നതായിട്ട് കണ്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഇഞ്ചസ് കുറയുന്നത് കാണാൻ പറ്റും. അതിനർത്ഥം വർക്കൗട്ട് വിജയിക്കുന്നുണ്ട്, നമ്മുടെ ഡയറ്റ് കറക്റ്റ് വേയിൽ തന്നെയാണ് പോകുന്നത് എന്ന് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ഒരു ആവശ്യമില്ല. അങ്ങനെ തന്നെ ഫോളോ ചെയ്ത് പോയാൽ മതി. അങ്ങനെ തന്നെയാണ് അത് ചെയ്യേണ്ടത് എന്നാണ് ഇഞ്ചസ് കുറയുന്നതിൻ്റെ അർത്ഥം. അപ്പോൾ ഒരാഴ്ച കഴിയുമ്പോഴത്തേനും നിങ്ങൾക്ക് നിങ്ങളുടെ വെയിറ്റിലും മാറ്റം അറിയാൻ തുടങ്ങും. അടുത്തതായിട്ട് നിങ്ങൾക്ക് കയ്യിൽ കരുതേണ്ട ഒരു കാര്യമാണ് യോഗ മാറ്റ്. നമുക്ക് എക്സർസൈസ് ഒക്കെ ചെയ്യണ്ടേ, എന്നാലേ നമ്മുടെ വണ്ണം കുറയുള്ളൂ. വലിയ വിലയുടെ യോഗ മാറ്റൊന്നും വാങ്ങിക്കണ്ട. പഴയ മാറ്റം ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ചാലും മതി. ചെറിയ ഒരു വിലയുടെ ഒരു യോഗ മാറ്റ് കൈ കരുതുക. കാരണം നമ്മൾ ഈ ടൈലിലൊക്കെ നിന്ന് നമുക്ക് വർക്കൗട്ട് ചെയ്യുമ്പോൾ കാല് സ്ലിപ്പാവും. പിന്നെ കാലിന് വേദന, കൈക്ക് വേദനയൊക്കെ ഉള്ളവർക്കൊന്നും ഈ തണുപ്പടിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ എന്തായാലും ഒരു മാറ്റം നിന്ന് തന്നെയാണ് വർക്കൗട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങളൊരു യോഗ മാറ്റ് വാങ്ങിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് നിങ്ങൾ കയ്യിൽ കരുതേണ്ട ഒരു വസ്തുവാണ് ഇതുപോലൊരു ബോട്ടിൽ വേണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. നിങ്ങൾക്ക് കപ്പിലോ ഗ്ലാസ്സിലോ ഒക്കെ വെള്ളം കുടിക്കാം. പക്ഷേ ഒരു 2 ലിറ്ററിൻ്റെ മുകളിലേക്ക് വെള്ളം കുടിച്ചു എന്ന് നിങ്ങൾക്കൊരു ഉറപ്പുണ്ടായാൽ മതി. ഞാനതിന് വെള്ളം കൂടി മറക്കാതിരിക്കാൻ വേണ്ടി കാണിച്ചതാണ് കുപ്പി. ഞാൻ ഈ ഒരു കുപ്പിക്ക് അതാണ് വെള്ളം എടുത്ത് വെക്കുന്നത്. ഇതിനൊരു 2-2.5 കുപ്പി വെള്ളം, ഇത് 1 ലിറ്ററിൻ്റെ കുപ്പിയാണ്. 2-2.5 കുപ്പി വെള്ളം ഞാൻ ഒരു ദിവസം കുടിക്കാറുണ്ട്. പിന്നെ നിങ്ങൾ എക്സർസൈസൊക്കെ ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ, നിർബന്ധമേ അല്ല ഞാൻ പറയുന്നത്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒരു വാച്ചൊക്കെ കെട്ടുവാണെങ്കിൽ നമ്മുടെ എത്ര കലോറി ബേണായി എന്നൊക്കെ നമ്മൾ ആ വാച്ചെ കാണിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾക്ക് അതൊരു ഹാപ്പി ആയിരിക്കും. ഇത്ര കലോറി ബേണാവുന്നുണ്ടല്ലോ എന്നൊക്കെ കാണുമ്പോൾ നമുക്കൊരു മോട്ടിവേഷൻ, അത്രയേ ഉള്ളൂ. അതില്ലാതെ വർക്കൗട്ട് ചെയ്യാൻ പറ്റുകയില്ല എന്നല്ല. അങ്ങനെ ഒരു വാച്ച് കെട്ടിയാൽ നമ്മുടെ കലോറിയൊക്കെ അതിലിങ്ങനെ കാണുമ്പോൾ നമുക്കൊരു മോട്ടിവേഷനാണല്ലോ, ഇത്ര കലോറി വേണമായി എന്നൊക്കെ. ഞാനത് കെട്ടാറുണ്ട്, അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ ഇതിനകത്ത് മസ്റ്റായിട്ട് നിങ്ങൾ കൈ കരുതേണ്ടത് ഒരു മെഷറിംഗ് ടേപ്പ്. അതിൽ കുറച്ച് ഇഞ്ച് ഇങ്ങനെ കുറയുന്ന കാണുമ്പോൾ നിങ്ങൾ ഭയങ്കര ഹാപ്പി ആവും. പിന്നെ വർക്കൗട്ട് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് നല്ലൊരു മോട്ടിവേഷൻ കിട്ടും. വെയിറ്റ് കുറച്ചപ്പം എനിക്ക് എന്താ ഗുണങ്ങൾ കിട്ടിയെന്ന് പറയാം. എൻ്റെ യൂറിക് ആസിഡ്, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് യൂറിക് ആസിഡ് ഭയങ്കരമായിട്ടും കൂടിയായിരുന്നു എന്ന്. ഞാനപ്പോൾ എന്നോട് ഡോക്ടർ കുറച്ച് കാര്യങ്ങൾ ഉപയോഗിക്കരുതെന്ന് പറഞ്ഞായിരുന്നു. അതായത് റെഡ് മീറ്റ്, മട്ടൻ, താറാവ്, പോർക്ക് അങ്ങനെ ഉപയോഗിക്കുന്നില്ല. പോർക്ക്, ബീഫ്, പിന്നെ സീ ഫുഡ്, നമ്മൾ ഈ ചെമ്മീനും കൊഞ്ചും ഒക്കെ വാങ്ങിക്കുമല്ലോ, അതിൽ കാൽസ്യം കൂടുതലായതുകൊണ്ട് അത് കഴിക്കേണ്ട അതിനോട് പറഞ്ഞായിരുന്നു. പിന്നെ ഈ വൻപയർ, ചെറുപയർ, കടല അങ്ങനത്തെ ഐറ്റങ്ങളും കുറച്ച് നാളത്തിന് ഉപയോഗിക്കേണ്ടെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ അതെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ കുറച്ച് നാളത്തിന് ഉപയോഗിച്ചില്ല. അങ്ങനെയായി വർക്കൗട്ടും ഒക്കെ ചെയ്ത് എൻ്റെ വെയിറ്റ് ഒരു 8 കിലോ കുറച്ചപ്പോൾ എനിക്കിപ്പോൾ യൂറിക് ആസിഡ് നോർമലായി. അപ്പോൾ എനിക്ക് ആ പ്രശ്നമില്ല. പിന്നെ എൻ്റെ ഈ കഴുത്തിന് ചുറ്റും നല്ല ഡാർക്കായിരുന്നു.
രണ്ട് മക്കളൊക്കെ ഉണ്ടായതിന് ശേഷമായപ്പോഴത്തേക്കും എൻ്റെ മുഖം വേറെ കളറ്, എൻ്റെ കഴുത്ത് വേറെ കളറ്, അതുപോലെ കറുത്തായിരുന്നു. ഈ 8 കിലോ കുറച്ചപ്പം ആ കളറ് ഭയങ്കരമായിട്ടും ലൈറ്റായിട്ട് വരുന്നുണ്ട്. കേട്ടോ, ഈ വരയൊക്കെ ഭയങ്കര ഡാർക്കായിരുന്നു, അതിപ്പോൾ ലൈറ്റായി വരുന്നുണ്ട്. എൻ്റെ ഈ കഴുത്തിൽ നമ്മൾ പാലുണ്ണി എന്ന് പറയത്തില്ലേ, ആ സംഭവം കുറേ ഉണ്ടായിരുന്നു. അപ്പോൾ പാലുണ്ണി വർക്കൗട്ട് ചെയ്ത് പോയതല്ല, ഞാനൊരു ഡോക്ടറെ പോയി, സ്കിൻ ഡോക്ടറെ പോയി കണ്ടു. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു കുളസ്ട്രോൾ കൂടുമ്പോഴും ഇങ്ങനെ പാലുണ്ണി വരാൻ സാധ്യതയുണ്ട്, അപ്പോൾ ഈ കൊളസ്ട്രോൾ ഒന്ന് ചെക്ക് ചെയ്യണം എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ കൊളസ്ട്രോൾ ചെക്ക് ചെയ്തു. എൻ്റെ കൊളസ്ട്രോളൊക്കെ കുഴപ്പമില്ലായിരുന്നു, പക്ഷേ അത് കൊളസ്ട്രോളിലേക്കുള്ള പടി ആയിരുന്നായിരിക്കാം. എന്തായാലും ഇപ്പോൾ കൊളസ്ട്രോളൊക്കെ എൻ്റെ നോർമലാണ്. എനിക്ക് കൊളസ്ട്രോളിലേക്കൊന്നും പോയിട്ടില്ലായിരുന്നു, എനിക്ക് യൂറിക് ആസിഡ് മാത്രമാണ് കൂടുതലായിട്ട് പ്രശ്നം ഉണ്ടാക്കിയത്. അതിപ്പോൾ ഈ വർക്കൗട്ടും ഇതുമൊക്കെ ചെയ്തപ്പോൾ അത് നോർമലായി. പിന്നെ ഇപ്പോൾ കഴുത്തിൻ്റെ ഇത് മാറി. അതുപോലെ പിഗ്മെൻറ്റേഷൻ വന്നു തുടങ്ങിയായിരുന്നു. ഇതുകൊണ്ടോ ഇതും ഇപ്പോൾ കുറച്ച് നന്നായിട്ട്, ഇപ്പോൾ ഈ വെയിലൊക്കെയുള്ള സമയത്തോ അങ്ങനെയൊക്കെ ആകുമ്പോൾ എൻ്റെ മുഖത്ത് നന്നായിട്ട് ഡാർക്കായിട്ട് അറിയാമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കുറച്ച് ലൈറ്റായിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ എനിക്ക് കുറച്ച് ഗുണങ്ങളൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും 8 കിലോ കുറഞ്ഞപ്പോൾ ഞാനത് കറക്റ്റ് ഇതിൽ തന്നെയാണ് പോകുന്നത്. 1.5 മാസം കൊണ്ടാണ് ഇപ്പോൾ 8 കിലോ കുറഞ്ഞത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇനി ഇതുപോലൊരു വെയിറ്റ് നോക്കുന്നൊരു മെഷീൻ മേടിച്ച് വെച്ചാൽ നിങ്ങൾ കൃത്യമായിട്ട് വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വെയിറ്റ് ഒന്ന് ഇടയ്ക്ക് ചെക്ക് ചെയ്യാനൊക്കെ പറ്റും. ഇത് ഞാൻ ആമസോണിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നു. ഇത് ഞാൻ വാങ്ങിച്ചിട്ട് കുറേ നാളായി. അന്ന് ഇതിന് 700 രൂപ എന്തോ ആയിരുന്നു ഞാൻ വാങ്ങിച്ചപ്പോൾ. ഇതും നിർബന്ധമല്ല, നിങ്ങൾക്ക് വെയിറ്റ് നോക്കണം എന്നുണ്ടെങ്കിൽ മാത്രം വാങ്ങിച്ചാൽ മതി, നിർബന്ധമൊന്നുമല്ല. നമുക്ക് എക്സർസൈസ് ചെയ്യാൻ ആകെ വേണ്ടത് യോഗ മാറ്റ്, പിന്നെ ഞാൻ കാണിച്ചൊരു ടേപ്പ്, പിന്നെ വെള്ളം കുടിക്കാൻ ഒരു കുപ്പി, അത്രയും കാര്യങ്ങളൊക്കെ നമുക്ക് മതി. നമുക്ക് അടിപൊളിയായിട്ട് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഒരു 80-ന് മുകളിലോട്ടുള്ള ആൾക്കാരൊക്കെ കട്ടയ്ക്ക് കൂടിക്കോ. നമുക്ക് പതിയെ ഡയറ്റും ചെയ്ത് നല്ല ഭക്ഷണമൊക്കെ കഴിച്ച് നമുക്ക് ഡയറ്റ് ചെയ്ത് ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങും ഒക്കെ ചെയ്ത് നമ്മുടെ രീതിക്കുള്ള എക്സർസൈസും ചെയ്ത് നമുക്ക് നല്ല കട്ടയ്ക്ക് വെയിറ്റ് കുറയ്ക്കാം. പിന്നെ നമ്മളിപ്പോൾ അമ്മമാരൊക്കെ ആയതുകൊണ്ടും നമ്മളൊക്കെ മക്കളെയൊക്കെ പാലൊക്കെ കൊടുത്ത് വളർത്തിയതായതുകൊണ്ടും നമുക്ക് ഈ ബ്രസ്റ്റ് സൈസൊക്കെ കുറച്ച് കൂടുതലായിരിക്കുമല്ലോ. അപ്പോൾ നിങ്ങൾ എക്സർസൈസ് ചെയ്യുന്ന സമയത്ത് നല്ല ഒരു സ്പോർട്സ് ബ്രാ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. എക്സ്ട്രാ സപ്പോർട്ടുള്ളൊരു നല്ലൊരു ബ്രാ യൂസ് ചെയ്യുവാണെങ്കിൽ ഇത് സാഗിയാവാതെ ഇനിയും ബ്രസ്റ്റ് നമ്മുടെ സാഗിയായി പോകാതിരിക്കും. പിന്നെ എക്സർസൈസ് ചെയ്യുമ്പോൾ ലൂസായിട്ടുള്ള ടീഷർട്ട്, അതല്ലെങ്കിൽ ലൂസായിട്ടുള്ള ചുരിദാറാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമുക്ക് കൈ പൊക്കാനും താക്കാനും എടുക്കാനൊക്കെ പാകത്തിന് നല്ല ലൂസായിട്ടുള്ളൊരു വസ്ത്രം ധരിക്കാൻ ശ്രമിക്കുക. പിന്നെ നിങ്ങൾക്ക് കാലിന് വേദന കൈവേദനയൊക്കെ ഉള്ളവർ എപ്പോഴും വർക്കൗട്ട് ചെയ്യുമ്പോൾ ഒരു ഷൂ ഉപയോഗിച്ചിട്ട് വർക്കൗട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് കാലിന് വേദനയൊക്കെ ഉണ്ടാവാതിരിക്കും. അത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് വെയിറ്റ് ലോസ് ഒക്കെ ചെയ്ത് തുടങ്ങാം. എന്തായാലും ഉറപ്പായിട്ടും നമ്മുടെ വെയിറ്റ് കുറയും. എനിക്ക് 60ആണ്. നിങ്ങളുടെ ടാർഗറ്റൊക്കെ എത്രയാണെന്ന് കമൻറ്റ് ബോക്സിലിടണേ. നമുക്ക് വെയിറ്റ് ലോസ് റെസിപ്പീസ് ഉണ്ടാവും, വെയിറ്റ് ലോസ് ജേർണി, വെയിറ്റ് ലോസ് ചലഞ്ച് ഒക്കെ ചെയ്യാം. പിന്നെ നമുക്ക് സിമ്പിളായിട്ട് നമുക്കെല്ലാവർക്കും എന്നാൽ ബെനിഫിറ്റ് കിട്ടുന്ന രീതിക്കുള്ള വർക്കൗട്ടും ഒക്കെ ചെയ്ത് അടിച്ച് പൊളിച്ച് നമുക്കെല്ലാവർക്കും ഒന്നിച്ച് നമ്മുടെ വെയിറ്റ് ലോസ് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാനായിട്ട് എല്ലാവർക്കും ഒന്നിച്ച് നിൽക്കാം. അപ്പോൾ എല്ലാവരുടെയും കട്ട സപ്പോർട്ട് ഉണ്ടാകത്തില്ലേ? നിങ്ങളുടെ പ്ലേറ്റിലുള്ള ഭക്ഷണം ഒന്ന് കഴിക്കുന്നതിന് മുമ്പ് ഒന്ന് ആലോചിച്ചിട്ട് വായിലേക്ക് വെക്കുക. സിമ്പിളായിട്ട് പറഞ്ഞാൽ അങ്ങനെയാണ്. 8 കിലോ ഞാൻ 1.5 മാസം കൊണ്ട് കുറച്ചെന്ന് പറഞ്ഞല്ലേ, അതിൻ്റെ ഒരു ആത്മവിശ്വാസമാണ് ഞാനിപ്പോൾ പറയുന്ന വാക്കിലുള്ളത്. അപ്പോൾ എന്തായാലും നമ്മളൊക്കെ കുറയ്ക്കും, ഇന്നല്ലെങ്കിൽ നാളെ. അടിപൊളിയായിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഡ്രസ്സൊക്കെ ഇട്ട് നടക്കാം. എല്ലാവർക്കും നന്ദി, ബൈ.